ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ജീവിതം തന്നെ മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതായത് നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം തോന്നുന്നില്ല. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് ഒരു മുറിയിൽ തന്നെ ജീവിക്കാനായിട്ടുള്ള പ്രവണതയുണ്ടാവുക, ആരെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാതിരിക്കുക, നമ്മുടെ വീട്ടിലോട്ട് ആരും വരുന്നതിനോട് താല്പര്യമില്ലാതിരിക്കുക, അനാവശ്യമായി നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ വരിക, സങ്കടങ്ങൾ ഉണ്ടാവുക. അതായത് ഈ ജീവിതമേ വേണ്ട എന്നുള്ള തീരുമാനത്തിലോട്ട് പോകുന്ന രീതിയിൽ ചിന്തകൾ വരുന്ന ഒരു പ്രശ്നം അത് നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നമ്മളിലോട്ട് വരുന്നത്? അതറിഞ്ഞ് വേണം നമ്മൾ പരിഹാരം ചെയ്യാൻ. ഒരു രോഗമാണെങ്കിലും അതിൻ്റെ കാരണമറിഞ്ഞ് അതിനനുസരിച്ചുള്ള ചികിത്സകൾ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ അതിനുള്ള ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ജ്യോതിഷപരമായി മനോവിഷമം നമുക്ക് തരുന്ന ഗ്രഹം ചന്ദ്രനും കേതുവുമാണ്. മനം എന്ന് പറഞ്ഞാൽ ചന്ദ്രനും, വിഷമം എന്ന് പറഞ്ഞാൽ കേതുവും. വികാരപരമായ മനസ്സ്, അമാനുഷിക ചിന്തകൾ, ധാരാളം ആഗ്രഹങ്ങളുള്ള മനസ്സ്, ഇതൊക്കെ നമുക്ക് തരുന്നത് രാഹുവാണ്. സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രവണത, നമുക്ക് നമ്മുടെ ജീവനെ ഇല്ലാതാക്കാൻ തോന്നുക, ഇതിനൊക്കെ കാരണം കേതുവാണ്. ഈ കേതു ഭഗവാൻ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ചന്ദ്രബലം കുറവാണെങ്കിൽ സാക്രിഫൈസ് ചെയ്യുന്നൊരു ലൈഫായിരിക്കും അവർക്കുണ്ടായിരിക്കുക. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തും വിട്ടുകൊടുത്ത് ജീവിക്കുക. ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ജീവിക്കും. ഇനി അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് ജീവിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് തന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരായിരിക്കും. നമ്മൾ സന്തോഷമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് സ്നേഹം വേണം. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കണം. നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കണം. ഇത് മൂന്നും ചെയ്യാത്ത ഒരു വ്യക്തിയിൽ ചന്ദ്രബലം എന്ന് പറയുന്നത് 1% പോലും ഉണ്ടായിരിക്കുകയില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് അവരെ എന്താണെന്ന് അറിഞ്ഞുകൂടെ. ചില ഹൗസ് വൈഫ്സിനെയൊക്കെ കണ്ടിട്ടില്ലേ? ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളതുണ്ടാക്കും, മക്കൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളതുണ്ടാക്കും, അവരുടെ നിറം, അവരുടെ ജോലി, അല്ലെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടതെന്നറിയാം. പക്ഷേ സ്വന്തമായിട്ട് ഇതൊന്നും ഉണ്ടാവില്ല. ആരെങ്കിലും ചോദിക്കുമ്പോൾ എനിക്കങ്ങനെയൊന്നുമില്ല, ഞാൻ അവർക്ക് വേണ്ടി. അങ്ങനെയുള്ളവരിൽ ചന്ദ്രബലം എന്ന് പറയുന്നത് 0% മാത്രമായിരിക്കും. പ്രത്യേകിച്ച് ഈ വൃശ്ചിക രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾക്കും വൃശ്ചിക രാശി ലഗ്നമായിട്ട് വരുന്നവർക്കുമൊക്കെയാണ് തൻ്റെ തന്നെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ടെൻഡൻസിയും അതുപോലെയുള്ള ചിന്തകളും വളരെ കൂടുതൽ. പക്ഷേ അവരങ്ങനെയൊന്നും ഈ ഭൂമി വിട്ടു പോകത്തുമില്ല. കാരണം യമനെ വിരട്ടിയോടിക്കുന്ന ഒരു രാശിയാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചന്ദ്രബലം കൂടുതലുള്ളവർക്ക് എന്താണ് ഫലമെന്ന് നോക്കാം. അതിനുശേഷം ഞാൻ പരിഹാരം പറയാം. ചന്ദ്രബലം ഉള്ളവർക്ക് ആരെയും അവർ ആശ്രയിക്കില്ല എന്നുള്ളതാണ്. അവരുടെ കാര്യം ചെയ്യാൻ അവരൊരിക്കലും ഒരു വ്യക്തി ആശ്രയിക്കില്ല. ചന്ദ്രബലം കുറവുള്ളവർ എങ്ങനെയായിരിക്കും എന്നറിയാവോ? ഇപ്പം അവർക്ക് വിശന്നാൽ മറ്റൊരാൾ വിളമ്പി ഉരുട്ടി വായിലോട്ട് വെച്ച് തന്നാൽ കഴിക്കാം. അല്ലെങ്കിൽ കഴിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ നീ ഭക്ഷണം കഴിച്ചോ മോളെ? ഇല്ലമ്മേ, ഞാൻ ചേട്ടനെയും മക്കളെയൊക്കെ വിട്ടതേ ഉള്ളൂ, ഇനി എനിക്ക് തുണി അലക്കണം, പാത്രം കഴുകി വെക്കണം, പിന്നെ കഴിക്കാം. അങ്ങനെയല്ല, കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ചന്ദ്രബലം കൂടുതലുള്ളവർ ഭർത്താവിനോടൊപ്പമോ മക്കളോടൊപ്പമോ നമുക്ക് വിശന്നാൽ അപ്പം തന്നെ വിളമ്പുക, കഴിക്കുക. എന്തെങ്കിലും ഒരു സാധനം മേടിക്കാനോ ഒരു യാത്ര പോവാനോ എന്ത് കാര്യത്തിനും അവർ ഒരിക്കലും മറ്റുള്ളവരെ ആശ്രയിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ കാണുമ്പം ഇവർ നല്ലതാണോ ചീത്തയാണോ. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, നന്നായിട്ട് പഠിക്കുന്നവരുമായിട്ട് മാത്രമേ കൂട്ടുകൂടത്തുള്ളൂ. ചന്ദ്രബലം കൂടുതലുള്ളവർ ഒരിക്കലും നല്ലത് ചീത്ത എന്നൊന്നുമില്ല. അവരോടൊരു വൈബ് തോന്നിയാൽ അവരുമായിട്ടങ്ങ് കണക്റ്റ് ആകും. ഒരിക്കലും ഈ വ്യക്തിയുടെ സ്വഭാവം നല്ലതല്ല, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് കാശില്ല, കളറില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് മാറ്റി നിർത്തില്ല. പക്ഷേ ഈ ചന്ദ്രബലം കുറവുള്ളവർ അവരെപ്പോഴും ഒരു കംഫർട്ട് സോണിൽ മാത്രമായിരിക്കും. അതായത് അവർക്ക് കുറച്ച് താല്പര്യമുണ്ടായിരിക്കും. ആ ഒരു സർക്കിളിനുള്ളിൽ അവർ ഒതുങ്ങിയിരിക്കും. അവരുമായിട്ട് കണക്റ്റ് ആവുന്ന പീപ്പിളുമായിട്ട് മാത്രം, പ്രത്യേകിച്ച് സെലക്റ്റീവായിരിക്കും. സെലക്ട് ചെയ്ത് മാത്രമേ അവർ, സൗഹൃദങ്ങളാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അവർ
ലൈഫിലോട്ട് കൂട്ടുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ചന്ദ്രൻ വീക്കായിരിക്കും, കേതു നീചമായിരിക്കും. അതുമാത്രവുമല്ല, അങ്ങനെയുള്ളവർക്കൊരിക്കലും സ്വയം സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല. അവർക്ക് എപ്പോഴും ഒരു മൂടിക്കെട്ടിയ ഭാവമായിരിക്കും. ചന്ദ്രബലം കുറഞ്ഞവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലൊരു സന്തോഷം അവർക്ക് വന്നാലും അവരുടനെ അതിൻ്റെ നെഗറ്റീവ് വശം കണ്ടുപിടിക്കും. ഇത് എനിക്ക് സന്തോഷമാണെങ്കിലും ഇതിങ്ങനെ സംഭവിച്ചാലോ അങ്ങനെ സംഭവിച്ചാലോ, ഓൾറെഡി അത് ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തിരിക്കും. പക്ഷേ അവരവിടെ ഒരു നെഗറ്റീവ് ചിന്തിച്ച് അവരിങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കും. അതായത് അവർക്കൊരിക്കലും സന്തോഷമായിട്ട് ഇരിക്കാനോ സന്തോഷം കണ്ടെത്താനോ കഴിയില്ല. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേതുവിൻ്റെ ആധിക്യം കൂടുതലുള്ളതുകൊണ്ടും ചന്ദ്രബലം കുറവുള്ളതുകൊണ്ടും വിഷം, അതേപോലെ തന്നെ നമ്മളെ മായ്ച്ചു കളയുക, ഇതൊക്കെയാണ് കേതുതന്മ നമ്മളിൽ കൂടുതലുണ്ടെങ്കിൽ സംഭവിക്കുന്നത്. നല്ല ഭക്ഷണം കഴിക്കുന്നവർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും നിർബന്ധിച്ചെങ്കിൽ മാത്രമേ ഈ ചന്ദ്രബലം കുറഞ്ഞവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. പക്ഷേ ചന്ദ്രബലം കൂടുതലുള്ളവർ നന്നായി ഭക്ഷണം കഴിക്കും. ഇപ്പോൾ ചിലർ കണ്ടിട്ടില്ല, ഞാൻ വണ്ണം വെക്കും എന്നാലും ഞാൻ കഴിക്കുമെന്ന് പറയുന്നു. അതുപോലെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും, നന്നായിട്ട് ചിരിക്കും, നല്ല രീതിയിൽ യാത്ര. അതിപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തൊരു 5 മിനിറ്റുള്ള ഒരു സ്റ്റോറിലോട്ട് പോകാനാണെങ്കിൽ പോലും അവരാ യാത്ര എൻജോയ് ചെയ്ത് പോകും. യാത്രകൾ വളരെയധികം അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പം ഇതാണ് ചന്ദ്രബലം കൂടുതലുള്ളവരുടെ ഗുണം, ചന്ദ്രബലം കുറവുള്ളവരിൽ കാണുന്ന ലക്ഷണം. ഇത് രണ്ടും ഞാൻ പറഞ്ഞു. ഇനി എന്താണ് ഇതിനൊരു പരിഹാരം? പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ രാഹു ഭഗവാനെ ആക്റ്റീവാക്കണം. ജീവിതമേ വേണ്ട എന്ന് തോന്നിപ്പിക്കുന്നത് വാൽഭാഗമായ കേതുവാണെങ്കിൽ ജീവിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന ആഗ്രഹം നമ്മളിൽ ഉണ്ടാക്കുന്നത് തലഭാഗമായ രാഹുവാണ്. ഈ രാഹു ഭഗവാൻ ഉച്ചമടയുന്ന രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. നമ്മളോട് പണ്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടില്ലേ, വീട്ടിലൊരു സന്തോഷം വരുമ്പം പുറത്തോട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പം മധുരം കഴിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കണം എന്ന് പറയാറുണ്ട്. ഇവിടെയുള്ള മാർവാടികളൊക്കെ ഇപ്പോഴും പാലിക്കുന്നതാണ്. എന്നും രാവിലെ വീട്ടിന് വെളിയിലോട്ട് പോകുമ്പോൾ അവരെന്തെങ്കിലും ഒരു മധുരം കഴിച്ചിട്ടേ പോവുകയുള്ളൂ. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ, നമ്മുടെ ജീവിതം മധുരതരമായിരിക്കാൻ നമ്മൾ മധുരം കഴിക്കണം. അപ്പം വിധിയെ മാറ്റി ജീവിതം മധുരമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ദേവതാഭാവം എന്ന് പറയുന്നത് ലളിതാദേവിയാണ്. എന്താണ് ലളിതാദേവിയുടെ പ്രത്യേകത? കയ്യിൽ കരിമ്പും പിടിച്ചിട്ടിരിക്കുന്ന ദേവിയാണ് ലളിതാദേവി. നമ്മുടെ ജീവിതത്തിലെ കയ്പിനെ മാറ്റി കരുമ്പാകുന്ന മധുരം നമ്മളിലോട്ട് ലളിതാദേവി കൊണ്ടുവന്ന് തരും. നമുക്കറിയാം, രാജരാജേശ്വരി, ലളിതാദേവി, കാമാക്ഷി അമ്മ, ഇവരുടെയൊക്കെ കയ്യിൽ കരിമ്പുണ്ട്. അതുമാത്രവുമല്ല, ശ്രീചക്രവും ഇവരിലുണ്ട്. ശ്രീചക്രം ഉൾക്കൊള്ളുന്ന രാശി എന്ന് പറയുന്നത് ഇടവമാണ്. അതേപോലെ തന്നെ ഉൾക്കൊള്ളുന്ന നക്ഷത്രം രോഹിണിയാണ്. ആ രാശിയിൽ രാഹു ഉച്ചമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ നിങ്ങൾ സന്ദർശിച്ചാൽ തീർച്ചയായും അതിനൊരു മാറ്റമുണ്ടാകും. ഒരുപാട് വിഷമത്തിൽ കൂടെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ കൊടുങ്ങല്ലൂർ, ചോറ്റാനിക്കര, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, വടക്കുംനാഥൻ, ഇവിടെയൊക്കെയും കേരളത്തിന് പുറത്താണെങ്കിൽ മൂകാംബിക, കാഞ്ചി കാമാക്ഷി, കോലാപ്പൂര്, ഈ ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ ശ്രീചക്ര പ്രതിഷ്ഠയുണ്ട്. അപ്പം നിങ്ങൾ അവിടെ പോകണം. മാസത്തിൽ ഒരു 3-4 പ്രാവശ്യം ഇതിലേതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് വളരെ നല്ലതാണ്. അതിനോടൊപ്പം തന്നെ ലളിതാ സഹസ്രനാമം എല്ലാ ദിവസവും കേൾക്കുന്നതോ ചൊല്ലുന്നതോ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിക്കാത്തവർ ഓം ശ്രീ മാത്രേ നമഃ എന്നുള്ള മന്ത്രം ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. അതേപോലെ ശ്രീചക്ര വീട്ടിൽ വാങ്ങിച്ചു വെക്കുന്നത് വളരെയധികം നല്ല ഫലം നിങ്ങൾക്ക് തരും. ശ്രീചക്രം നമുക്കിപ്പം ചെറിയ വെള്ളി നാണയമായിട്ട് മേടിക്കാനായിട്ട് കിട്ടും, ഓൺലൈനായിട്ടൊക്കെ ഉണ്ട്. ഒന്നെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരു വെള്ളിത്തകിടിൽ ശ്രീചക്രം അത് കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ ചെയ്തു തരുന്നവരുടെ കയ്യിൽ നിന്നും വാങ്ങി ഒരു ലളിതാദേവിയുടെ ഫോട്ടോയും കൂടി വാങ്ങിച്ചിട്ട് ആ ഫോട്ടോയ്ക്ക് താഴെയായിട്ട് ഈ ഒരു ശ്രീചക്രവും കൂടി ഒന്നിച്ചു വെച്ച്
അതിൽ തന്നെ രോഹിണി നക്ഷത്രം വരുന്ന ദിവസം ഈ ശ്രീചക്രം വാങ്ങി, ഇപ്പം ലാമിനേറ്റ് ചെയ്താണെങ്കിൽ ലളിതാദേവിയുടെ ഫോട്ടോയും ശ്രീചക്രവും കൂടി ഒന്നിച്ച് ലാമിനേറ്റ് ചെയ്ത് മേടിച്ച് പൂജാമുറിയിൽ വെച്ച് നിങ്ങൾക്ക് അതിന് മുൻപിലിരുന്ന് ലളിതാ സഹസ്രനാമവോ ശ്രീമാത്രേ നമഃ എന്നുള്ള മന്ത്രമോ ജപിക്കാം. അങ്ങനെയല്ല വെള്ളി നാണയത്തിലുള്ള ശ്രീചക്രമാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിലും അതൊരു രോഹിണി നക്ഷത്ര ദിവസം വാങ്ങിക്കൊണ്ട് വന്നിട്ട് വീട്ടിലെ പൂജാമുറിയിൽ ഒരു ചെറിയ പീഠത്തിലോ പ്ലേറ്റിലോ വെച്ചിട്ട് അതിൽ മുൻപിലിരുന്ന് നമുക്ക് ഈ ഒരു ലളിതാ സഹസ്രനാമം ജപിക്കാം. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ശ്രീമാത്രേ നമഃ എന്നുള്ള മന്ത്രം ജപിക്കാം. അതിൽ തന്നെ സൗന്ദര്യലഹരിയിലെ 2ാമത്തെ ശ്ലോകത്തിൻ്റെ യന്ത്രം, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ജീവിതത്തിൽ നിങ്ങളൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു പീഠത്തിൽ മാക്കോലമായിട്ട് സൗന്ദര്യലഹരിയിലെ 2ാമത്തെ ശ്ലോകത്തിൻ്റെ യന്ത്രമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അടുക്ക് ഹ്രീമെന്ന് എഴുതിയ ഇത് നമ്മൾ വരച്ചിട്ട് അതിന് മുൻപിലിരുന്ന് ഒന്നെങ്കിൽ ആ ഒരു 2ാമത്തെ ശ്ലോകം തന്നെ ചൊല്ലാം. സാക്ഷാൽ ദേവിയുടെ വദനത്തെയാണ് ആ 2ാമത്തെ ശ്ലോകം പ്രതിപാദിക്കുന്നത്. അത് ചൊല്ലാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളവർക്ക് ലളിതാ സഹസ്രനാമമോ ശ്രീമാത്രേ നമഃ എന്നുള്ള മന്ത്രമോ ജപിക്കാം. തുടർച്ചയായി 21 അല്ലെങ്കിൽ 48 ദിവസം നിങ്ങളിത് ചെയ്യുമ്പം തീർച്ചയായും നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും. അപ്പം എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു കോലം മായ്ച്ചിട്ട് പുതിയ കോലം വരയ്ക്കണം. രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് ഇത് ചെയ്താൽ മതിയാകും. വളരെ എളുപ്പമാണ് ഈ ഒരു കോലം വരയ്ക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളത് വരച്ചിട്ട് ചെയ്യണം. ഇപ്പം നമ്മുടെ കയ്യിൽ ശ്രീയന്ത്രം ഉണ്ടെങ്കിലും ഈ ഒരു കോലം വരച്ചിട്ട് ഇതിനടുത്തായിട്ട് ശ്രീയന്ത്രം വെച്ചിട്ട് വേണം നമ്മൾ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ശ്രീമാത്രേ നമഃ അതുമല്ലെങ്കിൽ ഈ ഒരു 2ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാൻ. ഈ ശ്ലോകമാണ് പാരായണം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ മതി. ശ്ലോകം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ശ്രീമാത്രേ നമഃ എന്നുള്ളതാണ് ചൊല്ലുന്നതെങ്കിൽ 108 പ്രാവശ്യം ചൊല്ലണം. ലളിതാ സഹസ്രനാമമെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് നമ്മൾ ജപിക്കണം. ഇത് നിങ്ങൾ ജപിച്ചു തുടങ്ങിക്കഴിയുമ്പം നിങ്ങൾക്ക് തന്നെ മാറ്റം അനുഭവപ്പെടും. എന്ത് മാറ്റമാണ്? നമ്മുടെ മനസ്സും നമ്മുടെ ചുറ്റുമുള്ളതുമൊക്കെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാകും. നമുക്ക് നമ്മളോട് തന്നെ ഒരു താല്പര്യം തോന്നി തുടങ്ങുന്ന അറിയാൻ സാധിക്കും. നന്നായി ഭക്ഷണം കഴിക്കാനും നന്നായി ചിരിക്കാനും മറ്റുള്ളവരെ പേടിയില്ലാതെ അഭിമുഖീകരിക്കാനും അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനുമൊക്കെ നമ്മൾ ശ്രമിച്ചു തുടങ്ങും. അതേപോലെ നമ്മളിലൊരു അഴക് വർദ്ധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രവുമല്ല, നമ്മൾ പറയുന്ന വാക്കുകളിലും ഒരു അഴകുണ്ടാവാൻ തുടങ്ങും. മറ്റുള്ളവരത് കേൾക്കാനായിട്ടൊക്കെ തുടങ്ങും. പതിയെ പതിയെ ചന്ദ്രബലം നമ്മളിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ശ്രീചക്രം ഏതൊരു ദിവസവും, പ്രത്യേകിച്ച് പൗർണമി, വെള്ളിയാഴ്ച, മകം നക്ഷത്രം, പൂയം നക്ഷത്ര ദിവസങ്ങളിലൊക്കെ നമുക്ക് വീട്ടിൽ പ്രതിഷ്ഠ ചെയ്യാമെങ്കിലും മനസ്സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ രോഹിണി നക്ഷത്രത്തിൽ വാങ്ങിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പം രോഹിണി നക്ഷത്രം ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അടുത്ത മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒരു 2ാമത്തെ ശ്ലോകത്തിൻ്റെ യന്ത്രം വരച്ചിട്ട് ഈ മന്ത്രങ്ങൾ ചൊല്ലി തുടങ്ങിക്കോളൂ. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ശ്രീചക്രം മേടിക്കണം, അതിനു വേണ്ടിയിട്ടൊരു ദിവസം വേണമെന്നുള്ളവർക്ക് ഈ വരുന്ന പൂയം, ശനിയാഴ്ച പൂയം ആരംഭിച്ചിട്ട് ഞായറാഴ്ച രാവിലെ പൂയം നക്ഷത്രം അവസാനിക്കുക. അപ്പോൾ അന്ന് വേണമെന്നുണ്ടെങ്കിൽ ലളിതാദേവിയുടെ ഒരു ഫോട്ടോയും ശ്രീയന്ത്രവും കൂടിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ അന്നും ഏറ്റവും നല്ല ദിവസമാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും. തീർച്ചയായും ഇത് ചൊല്ലി തുടങ്ങിയാൽ 21-48 ദിവസം കംപ്ലീറ്റ് ഒന്നും വേണ്ട, അതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാൻ സാധിക്കും. എല്ലാവരും ഇത് ചെയ്തു നോക്കൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.